ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ വ്ളോഗായിട്ട് എടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിനുള്ളിൽ ഞാൻ ആദ്യമേ പറയാണ്, എന്തെങ്കിലും ഉണ്ടാവും തന്നെ എനിക്കറിയില്ല. കാരണം ചില കസ്റ്റമേഴ്സിനോട് സർവീസ് ചെയ്യുമ്പോൾ നമ്മളത് വീഡിയോ ആയിട്ട് എടുത്തോട്ടെ എന്ന് ചോദിക്കാനുള്ളൊരു മടി എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞാനാണ് നേരത്തെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി വന്ന് നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കി കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചേച്ചിക്കും കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കുകയാണ്. കുറച്ച് ഓർഡർ അനുസരിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചേച്ചി കുറച്ച് ടവൽസ് എല്ലാം വീട്ടിൽ നിന്ന് വാഷ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കണമായിരുന്നു. പിന്നെ എൻ്റെ ബാഗ് മുന്നിലായിരുന്നു, അതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാൻ. പിന്നെ ചേച്ചി കൊണ്ടുവന്ന ടവൽസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഒന്ന് മടക്കിയിട്ട് നമ്മൾ വെക്കേണ്ട സെക്ഷനിലൊക്കെ ഒന്ന് വെക്കണം. ഇതാണ് നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ. വലിയ അലങ്കോലമായി കിടക്കാത്തത് കൊണ്ടും വലിയ പരിപാടിയൊന്നും രാവിലെ ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ. പിന്നെ ഞാൻ ആദ്യമേ പറയുകയാണ്, കുറേ സർവീസുകൾ വന്നിട്ടെങ്കിലും ഞാനതൊന്നും വീഡിയോസായിട്ട് എടുത്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിലപ്പോൾ ഇത് ഫുഡ് അടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോഴേ പറയുകയാണ്, ചിലർ കാണുമ്പോഴായിരിക്കും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അത് ഞാൻ ആദ്യമേ പറയാണ്, ചില കസ്റ്റമറിനോട് നമുക്ക് സർവീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം, വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ എനിക്കുള്ള ഒരു മടിയുണ്ടായിരിക്കാം. പിന്നെ അതവർക്ക് ഇഷ്ടമാവോ ഇല്ലയെന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ അധികം ആരും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ചെയ്യേണ്ട ഒരു നല്ല കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാഗമാണ് ഞാനത് കാണിക്കുന്നത്. അപ്പം ടൈം കളയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ സ്നേഹത്തോടെ കാണുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫേഷ്യൽ ടവൽസ് അങ്ങനത്തെ ഒക്കെ നമ്മുടെ ടവലൊക്കെ വെക്കുന്ന ഒരു ഏരിയ. ഇതാണ് ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ ഇരിക്കുന്നത്, കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ ഒരു വീഡിയോ ഇടുമെന്നൊരു ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫേഷ്യൽ എന്ന് വെച്ചാൽ പലരും അത് അങ്ങനെ അംഗീകരിക്കത്തില്ല, അതൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ നമുക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ളവർക്ക് നല്ല കസ്റ്റമേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറഞ്ഞാൽ എടുക്കാം. എന്നാലും നമ്മളങ്ങനെ ഫേഷ്യൽ സമയത്ത് അങ്ങനെ ഇതൊന്നും അങ്ങനെ അലൗഡ് ആക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുക്കാത്തത്. പക്ഷെ പറ്റുന്നില്ലെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. അതെനിക്കിപ്പോൾ പറയാൻ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് വന്ന് സർവീസ് ചെയ്യേണ്ട ഒരു കസ്റ്റമർ അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകേണ്ട തയ്യാറെടുപ്പിലേക്കാണ് നമ്മളിപ്പോൾ. പാക്കിങ്ങും കാര്യങ്ങളും, അവർക്കൊരു സാരി ട്രാപ്പിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗസ്റ്റ് ലുക്കും കൂടെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ. നമുക്ക് വണ്ടി താഴെ വന്നിട്ടുണ്ട്, അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബാഗിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് അപ്പുറം. അപ്പോൾ താഴേക്ക് വണ്ടി വന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എനിക്ക് മാത്രം ഈ ഒരു സാരി അയണിച്ച് ഞാൻ ഒരു സ്ഥലം തന്നത് കൊണ്ട് തന്നെ എനിക്കതുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ലോണം പറ്റിയില്ലെങ്കിൽ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ലേനും. ഇപ്പോൾ ഞാൻ ആ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള സാരി അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാരി എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഫേസ് എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സാരി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അധിക വീഡിയോസൊന്നും ഞാനങ്ങനെ പിടിച്ചിട്ടില്ല, ഞാൻ ആദ്യമേ പറയുകയാണ്. കുറേ നേരം പിടിക്കാനുള്ളൊരു ഇതും ഇല്ല. കാരണം നമ്മളിങ്ങനെ പോവും വരെ എടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, ഒന്നാമത് വീഡിയോ എടുക്കുന്ന കാര്യം ചിലപ്പോൾ ഞാൻ മറന്നു. അപ്പോൾ ഞാൻ നേരെ ബാഗെല്ലാം വെക്കേണ്ട അടുത്ത് തിരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്ന സമയത്താണ് ഒരു ഡെമ്മിയിലൊരു ഹെയർ സ്റ്റൈൽ നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ ഇനി അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് 2 വർക്ക് ചേച്ചി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലവർക്ക് അത് എടുക്കാനൊരു ഇതുള്ളത് കൊണ്ടും ഫേസ് മുഖം കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അത് നമ്മളങ്ങനെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കാൻ നമുക്ക് നല്ല ചൂട് ചോറ് ഒരു ഉച്ച സമയത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ ഫുഡ് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമുക്ക് ഹോട്ടലൊന്നും ഞായറാഴ്ച ചെയ്യാണ്ട് കിട്ടിയിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചോറ് കൊണ്ടുവന്ന് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് നല്ല വറവും പൊരിച്ചതും മുളകിട്ടതും ഒക്കെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ തന്നെ. എന്താണെന്നറിയില്ല, വിശപ്പുണ്ടായതുകൊണ്ട് നമ്മൾ പിന്നെയും ഇട്ട് കഴിച്ചിട്ടാണ് അടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ നമുക്ക് പോയതുകൊണ്ട് തന്നെ തിരിച്ച് വന്നിട്ട് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് പറ്റിയിട്ടില്ല. സൺഡേ ആയതുകൊണ്ടായിരിക്കും പല ഷോപ്പും ഇല്ലേനും. അപ്പം നമ്മളിത് കഴിച്ചിട്ട് വരാം. ഇപ്പം ഞാനൊരു സ്പാ ചെയ്യുകയാണ്. അപ്പോൾ അത് ഒരു ഡാൻഡ്രഫിൻ്റെ ഒരു സ്പാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിന് മസാജ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് സ്ട്രീമിലേക്ക് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ
വാഷ് ചെയ്ത് ഇനിയിപ്പോൾ ഹെയർ ഡ്രൈ ആക്കിയിട്ട് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു കസ്റ്റമർ ആദ്യം ഒരു സ്മൂത്തനിങ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടും ലേറ്റ് ആവും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അത് സ്പായിലേക്ക് മാറി. അപ്പോൾ ഒരു ഫേഷ്യൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ സ്പാൻ്റെ എല്ലാം ഫിനിഷായിട്ട് ഇപ്പോൾ ബ്ലോ ഡ്രൈയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ ഫിനിഷായി. ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി. ഇടയ്ക്ക് ഏജിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു, പക്ഷേ അതെനിക്ക് വീഡിയോ എടുത്തില്ല. അവർ ഫോട്ടോ എടുക്കലും എടുക്കുകയൊക്കെ ആയതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലായിരുന്നു നമ്മൾ. അതുകൊണ്ട് പിന്നെ ഈ ഒരു കാര്യം തന്നെ മറന്നുപോയി. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിൽക്കേണ്ടി വരും. അതാണ് നമ്മുടെ ഈ ഒരു ഫീൽഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. നമുക്ക് ഇറങ്ങുന്ന ടൈമിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ കഴിയും. പക്ഷേ എന്തോ ഭാഗ്യം, അന്നേരം നമുക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇത് ലാസ്റ്റ് കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ ഏച്ചിയുടെ ഫ്രണ്ട്സിന് കാത്തിക്കാണ് അവർ വരുന്നതായിട്ട്. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല സെറ്റായിട്ടുണ്ട്. ഹെയർ ലോസ് ഉണ്ടായിരുന്നു കസ്റ്റമറിന്, പിന്നെ അത് സ്പായെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സ്പാ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2-ാം തീയതി ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഓണപ്പരിപാടി ഉണ്ട്, അതുവരെ ഇങ്ങനെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അയച്ച് ഫ്രണ്ട്സൊക്കെ വന്നതുകൊണ്ട് ആ ഒരു സന്തോഷത്തിലായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അധികമൊന്നുമില്ല, ഞാൻ മുൻകൂട്ടി പറഞ്ഞായിരുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.